കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങൾ എന്ന ടോപ്പിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യത്തെ ദേശീയ പ്രസ്ഥാനം എന്ന് പറയുന്നത് അഞ്ചുതെങ്ങ് കലാപം. ഒന്നാമത്തെയാണ് അഞ്ചുതെങ്ങ് കലാപം. ബ്രിട്ടീഷുകാർ നേരിട്ട ആദ്യത്തെ കലാപമാണ് അഞ്ചുതെങ്ങ് കലാപം. ബ്രിട്ടീഷുകാർ നേരിട്ട ആദ്യത്തെ കലാപമാണ് അഞ്ചുതെങ്ങ് കലാപം. 1697 അഞ്ചുതെങ്ങ് കലാപം നടന്നത്. അഞ്ചുതെങ്ങ് കലാപം നടന്നത് 1697. ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത് കുരുമുളകിൻ്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതാണ്. അഞ്ചുതെങ്ങ് കലാപത്തിനിടയാക്കിയ കാരണം കുരുമുളകിൻ്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതാണ്. വേണാട്ടിൽ ഉണ്ടായിരുന്ന ബ്രിട്ടീഷുകാരുടെ പ്രധാന പണ്ടകശാല അഞ്ചുതെങ്ങിലാണ്. വേണാട്ടിലുണ്ടായിരുന്ന ബ്രിട്ടീഷുകാരുടെ പ്രധാന പണ്ടകശാല അഞ്ചുതെങ്ങിലായിരുന്നു. അഞ്ചുതെങ്ങ് കോട്ട നിർമ്മിച്ചത് 1695. 1695 അഞ്ചുതെങ്ങ് കോട്ട നിർമ്മിച്ചത്. അപ്പോൾ അഞ്ചുതെങ്ങ് കലാപം നടന്നത് 1697 കോട്ട നിർമ്മിച്ചത് 1695. കോട്ട നിർമ്മിക്കാൻ അനുമതി നൽകിയത് ആറ്റിങ്ങൽ റാണിയാണ്. കോട്ട നിർമ്മിക്കാൻ അനുമതി നൽകിയത് ആറ്റിങ്ങൽ റാണി. അപ്പോൾ ആദ്യത്തെ കലാപം അഞ്ചുതെങ്ങ് കലാപമാണ്. ബ്രിട്ടീഷുകാർക്ക് നേരിടേണ്ടി വന്ന ആദ്യത്തെ കലാപമാണ് അഞ്ചുതെങ്ങ് കലാപം 1697. രണ്ടാമതായി ആറ്റിങ്ങൽ കലാപം. ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ആദ്യ സംഘടിത കലാപം. ആദ്യത്തെ കലാപം അഞ്ചുതെങ്ങ് കലാപം. ആദ്യത്തെ സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപം. ആറ്റിങ്ങൽ കലാപം നടന്നത് 1721. ആറ്റിങ്ങൽ കലാപം നടന്നത് 1721. ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷുകാരനാണ് ഗിഫോർഡ്. ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷുകാരൻ ഗിഫോർഡ്. ആ സമയത്തെ വേണാട് രാജാവായിരുന്നു ആദിത്യവർമ്മ. കൂടാതെ വേണാട് ഉടമ്പടി ഒപ്പുവെച്ചത് 1723. വേണാട് ഉടമ്പടി ഒപ്പുവെച്ചത് 1723. ആറ്റിങ്ങൽ കലാപം നടന്നത് 1721. ആദ്യത്തെ കലാപം അഞ്ചുതെങ്ങ് കലാപം. ആദ്യത്തെ സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപം. അടുത്തത് പഴശ്ശി യുദ്ധങ്ങൾ. മൂന്നാമത്തെയാണ് പഴശ്ശിയുടെ യുദ്ധങ്ങൾ. പഴശ്ശി യുദ്ധങ്ങൾക്ക് കാരണം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നികുതി പരിഷ്കാരങ്ങളാണ് പഴശ്ശി യുദ്ധങ്ങളുടെ കാരണം. നേതൃത്വം നൽകിയത് കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജ. യുദ്ധങ്ങൾക്ക് കേന്ദ്രമായ മല പുരളിമലയാണ് യുദ്ധങ്ങൾക്ക് കേന്ദ്രമായ മല. പുരളിശമ്മൻ എന്നറിയപ്പെടുന്നതും പഴശ്ശിരാജയാണ്. കേരളസിംഹം എന്ന് പഴശ്ശിരാജയെ വിശേഷിപ്പിച്ചത് സർദാർ K.M. പണിക്കരാണ്. പൈച്ചി രാജ, കൊട്ടിയോട്ട് രാജ എന്നിങ്ങനെയും അറിയപ്പെടുന്നുണ്ട്. പുരളിമലയുടെ താലൂക്ക് ഇരിട്ടി, കണ്ണൂർ. ഒന്നാം പഴശ്ശി വിപ്ലവം നടന്നത് 1793 to 1797 കാലഘട്ടത്തിലാണ്. പഴശ്ശിയുടെ ആദ്യത്തെ യുദ്ധം നടന്നത് 1793 to 1797 കാലഘട്ടത്തിലാണ്. രണ്ടാം പഴശ്ശി വിപ്ലവം നടന്നത് 1800 to 1805 കാലയളവിലാണ്. 1800 to 1805 കാലയളവിലാണ് രണ്ടാം പഴശ്ശി വിപ്ലവം നടന്നത്. പഴശ്ശിയുടെ യുദ്ധമുറ എന്നറിയപ്പെടുന്നത് ഗറില്ല യുദ്ധമാണ് പഴശ്ശിയുടെ യുദ്ധമുറ, അതായത് ഒളിപ്പോര്. യുദ്ധത്തിന് സഹായിച്ച കുറിച്യ നേതാവാണ് തലക്കൽ ചന്തു. ആ സമയത്തെ പ്രധാനമന്ത്രി കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ ആയിരുന്നു ആ സമയത്തെ പ്രധാനമന്ത്രി. ആ സമയത്തെ സർവ്വസൈന്യാധിപൻ എന്നറിയപ്പെട്ടിരുന്നത് കൈത്തേരി അമ്പു. പിന്നീട് പഴശ്ശിയെ പിടിക്കാനായി ആർത്തർ വെല്ലസ്സി രൂപം കൊടുത്ത സേനയുടെ പേരാണ് കോൾക്കർ. പഴശ്ശിയെ പിടിക്കാനായി ആർത്തർ വെല്ലസ്സി
എന്ന ഉദ്യോഗസ്ഥൻ രൂപം കൊടുത്ത സേനയുടെ പേരാണ് കോൽക്കർ. 1200 പോലീസുകാരായിരുന്നു കോൽക്കർ സംഘടനയിൽ ഉണ്ടായിരുന്നത്. അടുത്തതായി കുറിച്യർ ലഹള അല്ലെങ്കിൽ കുറിച്യർ കലാപം. കുറിച്യർ ലഹള നടന്നത് 1812 കുറിച്യർ ലഹള നടന്നത് 1812 വയനാട്ടിലാണ്. നേതൃത്വം നൽകിയത് രാമൻ നമ്പി. രാമൻ നമ്പിയാണ് കുറിച്യർ ലഹളയ്ക്ക് നേതൃത്വം നൽകിയത്. കുറിച്യർ ലഹളയുടെ മുദ്രാവാക്യമാണ് വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക. വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്നത് കുറിച്യർ ലഹളയുടെ മുദ്രാവാക്യമാണ്. ഇതിൽ കുറുമ്പർ വിഭാഗവും പങ്കെടുത്തിരുന്നു. കുറിച്യർ ലഹളയിൽ കുറുമ്പർ വിഭാഗവും പങ്കെടുത്തിരുന്നു. അവരുടെ മുദ്രാവാക്യമായിരുന്നു വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക. അടുത്തത് മലബാർ ജില്ലാ കോൺഗ്രസ്. മലബാർ ജില്ലാ കോൺഗ്രസ്. മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനം നടന്നത് ആദ്യത്തെ സമ്മേളനം നടന്നത് 1916 പാലക്കാടാണ്. 1916 പാലക്കാടാണ് മലബാർ ജില്ലാ കോൺഗ്രസിന്റെ ആദ്യത്തെ സമ്മേളനം നടന്നത്. പ്രഥമ സമ്മേളനത്തിന്റെ അധ്യക്ഷസ്ഥാനം വഹിച്ചത് ആനി ബസന്റ്. അവസാന സമ്മേളനം നടന്നത് 1920 മഞ്ചേരിയിലാണ്. 1920 മഞ്ചേരിയിലാണ് അവസാന സമ്മേളനം നടന്നത്. അപ്പോൾ ആദ്യത്തെ സമ്മേളനം നടന്നത് 1916 പാലക്കാട്, അധ്യക്ഷസ്ഥാനം വഹിച്ചത് ആനി ബസന്റ്. അവസാന സമ്മേളനം നടന്നത് 1920 മഞ്ചേരി. അടുത്തതായി മലബാർ കലാപം. ആറാമത്തെയാണ് മലബാർ കലാപം. ഖിലാഫത്തുമായി ബന്ധപ്പെട്ട കലാപമാണ് മലബാർ കലാപം. കൂടാതെ മലബാർ കലാപത്തിന് വഴിയൊരുക്കിയത് പൂക്കോട്ടൂർ കലാപമാണ്. പൂക്കോട്ടൂർ കലാപമാണ് മലബാർ കലാപത്തിന് വഴിയൊരുക്കിയത്. ഖിലാഫത്തുമായി ബന്ധപ്പെട്ട കലാപമാണ് മലബാർ കലാപം. മലബാർ കലാപത്തിന്റെ പ്രധാന കേന്ദ്രം തിരൂരങ്ങാടിയാണ്. മലബാർ കലാപത്തിന്റെ പ്രധാന കേന്ദ്രം തിരൂരങ്ങാടി. മലബാർ കലാപത്തിന്റെ താൽക്കാലിക വിജയത്തിനു ശേഷം ഭരണം നടത്തിയത് അലി മുസ്ലിയാർ ആണ്. മലബാർ കലാപത്തിന്റെ താൽക്കാലിക വിജയത്തിനു ശേഷം ഭരണം നടത്തിയത് അലി മുസ്ലിയാരാണ്. മലബാർ കലാപവുമായി ബന്ധപ്പെട്ടുണ്ടായ സംഭവമാണ് വാഗൺ ട്രാജഡി. മലബാർ കലാപവുമായി ബന്ധപ്പെട്ടുണ്ടായ സംഭവമാണ് വാഗൺ ട്രാജഡി. വാഗൺ ട്രാജഡി നടന്നത് 1921 നവംബർ 10. 1921 നവംബർ 10. ദ ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്നറിയപ്പെടുന്നത് വാഗൺ ട്രാജഡിയാണ്. വാഗൺ ട്രാജഡിയുടെ വിശേഷണമാണ് ദ ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ. വിശേഷിപ്പിച്ചത് സുമിത് സർക്കാരാണ്. സുമിത് സർക്കാരാണ് വാഗൺ ട്രാജഡിക്ക് ദ ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്ന വിശേഷണം നൽകിയത്. വാഗൺ ട്രാജഡി മെമ്മോറിയൽ ഹാൾ സ്ഥിതി ചെയ്യുന്നത് തിരൂരാണ്. വാഗൺ ട്രാജഡി മെമ്മോറിയൽ ഹാൾ സ്ഥിതി ചെയ്യുന്നത് തിരൂരാണ്. അടുത്തത് ഉപ്പ് സത്യാഗ്രഹം. ഏഴാമത്തെ ഉപ്പ് സത്യാഗ്രഹമാണ്. ഉപ്പ് സത്യാഗ്രഹം നടന്നത് 1930 സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ കേളപ്പൻ. സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ കേളപ്പൻ. കെ കേളപ്പൻ അദ്ദേഹത്തിന്റെ അറസ്റ്റിനു ശേഷം മൊയ്യാരത്ത് ശങ്കരനാണ് നേതൃത്വം ഏറ്റെടുത്തത്. കെ കേളപ്പന്റെ അറസ്റ്റിനു ശേഷം മൊയ്യാരത്ത് ശങ്കരൻ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ നേതൃത്വം ഏറ്റെടുത്തു. പ്രധാന വേദി എന്ന് പറയുന്നത് കണ്ണൂർ പയ്യന്നൂരാണ്. പാലക്കാട് നേതൃത്വം നൽകിയത് ടി.ആർ. കൃഷ്ണസ്വാമി അയ്യർ. ടി.ആർ. കൃഷ്ണസ്വാമി അയ്യരാണ് പാലക്കാട് നേതൃത്വം നൽകിയത്. ബേപ്പൂര് നേതൃത്വം നൽകിയത് അബ്ദുറഹ്മാൻ സാഹിബ്. അബ്ദുറഹ്മാൻ സാഹിബാണ് ബേപ്പൂര് നേതൃത്വം നൽകിയത്. വരിക വരിക സഹചരേ എന്ന ഗാനം തയ്യാറാക്കിയത് അംശി നാരായണപിള്ളയാണ്. അംശി നാരായണപിള്ളയുടെ വരികളാണ് വരിക വരിക സഹചരേ എന്ന ദേശഭക്തി ഗാനത്തിലുള്ളത്. അടുത്തതായി മൊറാഴ സമരം. എട്ടാമത്തെയാണ് മൊറാഴ സമരം. 1940 മൊറാഴ സമരം നടന്നത്. കമ്മ്യൂണിസ്റ്റിന്റെ നേതൃത്വത്തിൽ നടന്ന ആദ്യത്തെ സമരമാണ് മൊറാഴ സമരം. കമ്മ്യൂണിസ്റ്റ് നേതൃത്വത്തിൽ നടന്ന ആദ്യത്തെ സമരമാണ് മൊറാഴ സമരം. 1940 മൊറാഴ സമരത്തിന്റെ വേദി കണ്ണൂരാണ്. 1940 നടന്ന മൊറാഴ സമരത്തിന്റെ വേദി കണ്ണൂരാണ്. ഇതിനെ തുടർന്ന് കൊല്ലപ്പെട്ട പോലീസുകാരാണ് കെ എം കൃഷ്ണൻകുട്ടി മേനോൻ, രാമൻ എന്നിവർ. കെ എം കൃഷ്ണൻകുട്ടി മേനോൻ,
രാമൻ എന്നിവർ മൗറായ സമരത്തെ തുടർന്ന് മരണപ്പെട്ട പോലീസുകാരാണ്. സമരത്തെ തുടർന്ന് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടതാണ് കേട്ടോ. സമരത്തെ തുടർന്ന് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടത് KPR ഗോപാലൻ. സമരത്തെ തുടർന്ന് കൊല്ലപ്പെട്ട പോലീസുകാരാണ് KM കൃഷ്ണൻകുട്ടി മേനോൻ ആൻഡ് രാമൻ. സമരത്തെ തുടർന്ന് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടത് KPR ഗോപാലൻ. സോ ഇത്രയുമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദേശീയ പ്രസ്ഥാനങ്ങൾ. എല്ലാത്തിൻ്റെയും വർഷങ്ങൾ ഓർമ്മിച്ചിരിക്കുക. അടുത്തൊരു പ്രധാനപ്പെട്ട വിഷയവുമായി വീണ്ടും കാണാം. വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.